ഹലോ ഗൈസ്, നമുക്കിന്നൊരു ഒരു ഒരു എക്സ്പീരിയൻസ് എന്തിനാണ് നേഴ്സിംഗ് എക്സ്പീരിയൻസ് എന്തിനാണ് വേണ്ടത്, സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോഴത്തേന് നേഴ്സിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നതിൻ്റെ ഒരു 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 വലിയൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിനകത്തൊരു ഒരു മീനിങ് ഉണ്ടാകും, മനസ്സിലായി. അപ്പം സൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾ വന്നു, ഒരാൾക്ക് തീരെ വയ്യ, ഒന്ന് വന്നു ചെക്ക് ചെയ്യുന്നതുകൊണ്ട് കോൾ വന്നു. അപ്പം ബാക്കിയുള്ളവരെല്ലാം വിളിച്ച് പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല, ആൾ ജസ്റ്റ് സംസാരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് കോൺഷ്യസ് ആണ്, പക്ഷേ ആൾ വയ്യെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് പോയി സൈറ്റിൽ ചെന്നു ചെക്ക് ചെയ്തു. ബി പി ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ മാനുവൽ ബി പി ആണ്, അപ്പോൾ കഫ് കെട്ടിയിട്ട് പൾസ് പിടിച്ച് ബി പി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേന് തന്നെ ആണെങ്കിൽ ഡൗട്ട് അടിച്ചു. ബി പി ഒക്കെ ചെയ്തപ്പോഴത്തേന് ബി പി നോർമലാണ്, പക്ഷേ പൾസ് ബീറ്റ് ഇറഗുലറാണ്. പൾസ് ബീറ്റ് എനിക്ക് പാൽപ്പെട്ട് ചെയ്ത് കിട്ടുന്നത് ഇറഗുലറായിട്ട് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് പൾസ് ഓക്സിമീറ്റർ എടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കിന് ഒരു 150-160 റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ടക്കികാർഡിയാണ് പ്ലസ് അരിത്മിയുണ്ട്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം കൺഫേം ഇതായി ഡൗട്ട്ഫുൾ അടിച്ച് AF ആയിരിക്കുന്നു. ഞാൻ വീണ്ടും 1-2 വട്ടം ചെക്ക് ചെയ്ത് നോക്കി, ആളോട് കഫ് ചെയ്യാൻ വേണ്ടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് ഒന്ന് പൾസ് കുറഞ്ഞെങ്കിലും പിന്നെയും കൂടുതലായിട്ട് വന്നു പൾസ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ HSC മാനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇത് എനിക്ക് ഹാർട്ട് കണ്ടീഷനാണ്, AF ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കണം, ആംബുലൻസിനെ ഇൻഫോം ചെയ്ത് ആംബുലൻസ് വിളിക്കണം എന്ന് പറഞ്ഞു. കാരണം നമുക്ക് വേറെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പുള്ളി പറഞ്ഞൊക്കെ വിളിച്ചോളാൻ പറഞ്ഞു. നമ്മൾ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൽ ഞാൻ വിളിച്ചപ്പോൾ ആംബുലൻസിന് അപ്പുറം സൈഡിരിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു, ഐ എം എൽനെസ് ആക്ച്വലി ഡൗട്ടിങ് ഫോർ AF ഫോർ പേഷ്യൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ അവരവിടുന്ന് പറഞ്ഞു, ഓക്കെ യു കനോട്ട് ഡയഗ്നോസ് എ പേഷ്യൻറ്റ്, യു ക്യാൻ ചെക്ക് ദ പേഷ്യൻറ്റ് സിംറ്റംസ് ആൻഡ് വി വിൽ കം ആൻഡ് അസസ് ദ പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട് അവരാണെന്നെങ്കിൽ ഒരു ചെറിയ വണ്ടിയാണ് വന്നത്, ഒരു കാറിലാണ് വന്നത്. കാറിൽ വന്നു. അവരാണെന്നെങ്കിൽ അവരുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് ECG എടുത്തു. ECG എടുത്തപ്പോഴത്തേന് AF ആണ്. അവർ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു ആ പേഷ്യൻറ്റിനെ ഇവിടുന്ന് പെട്ടെന്ന് ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്തു, ഹോസ്പിറ്റലിൽ പോയി. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് മനസ്സിലാകും. അതായത് ജസ്റ്റ് പൾസ് ചെക്ക് ചെയ്ത്, പാൽപേറ്ററി പൾസ് ചെക്ക് ചെയ്ത് അതിനകത്ത് ബീറ്റ് ഇറഗുലർ അല്ല എന്ന് മനസ്സിലാക്കി ഒരു ഡൗട്ട് ചെയ്യാൻ വേണ്ടി, AF ആണെന്ന് ഡൗട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള എക്സ്പീരിയൻസ്, അവിടെയാണ് ഒരു ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഫ്രഷറായിട്ടല്ല, എക്സ്പീരിയൻസ് നേഴ്സായിട്ട് തന്നെ വേണം വരാൻ വേണ്ടി. നിങ്ങളുടെ എക്സ്പീരിയൻസ് കൗണ്ടബിളാണ്, ചെയ്യപ്പെടും, മനസ്സിലായോ? അപ്പം ആ ഒരു പെർഫെക്റ്റ് ഡിസിഷൻ എടുത്തതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു നേഴ്സായിട്ട് ഉണ്ടാകും. അത് ആ സിറ്റുവേഷനിൽ ആകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തുമാത്രം സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു കറക്റ്റ് ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടൊരു പേഷ്യൻറ്റിനെ ആണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് അനുഭവിച്ചെങ്കിലേ മനസ്സിലാവും.